നമസ്കാരം പ്രിയമുള്ളവരെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിന് രണ്ടാഴ്ചയോളം അവശേഷിക്കുന്നുണ്ട്. ആരായിരിക്കും ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുക എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ കാഴ്ചപ്പാടുള്ളവർ അവരുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് അഥവാ അവരുടെ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരും എന്ന രീതിയിൽ അവലോകനങ്ങളും വിശകലനങ്ങളുമായിട്ടൊക്കെ പുറത്തു വരികയാണ്. അതിൻ്റെ വിശ്വസ്തത എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ ചോദ്യവും സംശയങ്ങളുമുണ്ട്. കാരണം അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, അവരുടെ വിധേയത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ആര് എന്ന രീതിയിലൊക്കെയാണ് മിക്ക മാധ്യമങ്ങളും എക്സിറ്റ് പോളുകളും ആയിട്ട് പുറത്തു വരുന്നത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്ന രീതിയിൽ തർക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ആ പ്രസ്ഥാനത്ത് നയിച്ച വി.ഡി. സതീശനെ ഒഴിവാക്കിക്കൊണ്ട് കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ ഒത്തുകളി നടക്കുന്നുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട്. വിദേശത്ത് നിന്ന് ഇരു ഗ്രൂപ്പുകളുടെയും പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാൽ ഗ്രൂപ്പിൻ്റെയും വി.ഡി. സതീശൻ ഗ്രൂപ്പിൻ്റെയും സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഇരുവർക്കും വേണ്ട പ്രൊമോഷൻ വർക്കുകളൊക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ചെയ്തു വരുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആരായിരിക്കും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വലിയ ചർച്ച ഉയരുന്നുണ്ട്. നമ്മൾ എം.എൽ.എമാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ കെ.സി. വേണുഗോപാലിന് ഒരു അപ്രമാദിത്യം ഉണ്ട് എന്ന് വ്യക്തമാണ്. വി.ഡി. സതീശനായിരുന്നു നിയമസഭയിൽ പാർട്ടിയെ നയിച്ചത് എങ്കിലും നിയമസഭാ ഇലക്ഷനിൽ കെ.സി. വേണുഗോപാലിന് തന്നോടൊപ്പം നിൽക്കുന്ന ആളുകളെ മത്സരിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. കഴിഞ്ഞ നിയമസഭാ കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ കെ.സി. വേണുഗോപാലിനോടൊപ്പമാണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം പറയാവുന്ന പ്രമുഖമായ ഒരു പേര് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടേതാണ്. ബാക്കിയുള്ള ഒരുപക്ഷെ നേതൃനിരയിൽ എടുത്തു നോക്കിയാൽ ഒട്ടുമിക്ക പ്രമുഖരും ഇപ്പോൾ കെ.സി. വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്നു എന്ന ഒരു വസ്തുതയുണ്ട്. നമ്മൾ കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ച് നിഷാദ് റാവുത്തർ മീഡിയ വണ്ണിൽ ഒരു വാർത്ത ചെയ്തപ്പോൾ കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ച് പോസ്റ്റിട്ട മാത്യു കുഴൽനാടൻ ഉൾപ്പെടുന്ന ഒരു യുവനിരയെ എടുത്താൽ തന്നെ കെ.സി. വേണുഗോപാലിന് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള കോൺഗ്രസിലുള്ള ഒരു അപ്രമാദിത്യം അത് തെളിഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. പക്ഷേ അണികൾ വി.ഡി. സതീശനോടൊപ്പം നിൽക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ മറച്ചു വെച്ചുകൂടാ. പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ച് വി.ഡി. സതീശനെ മാറ്റി അവിടെ കെ.സി. വേണുഗോപാലിനെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം നടന്നാൽ എത്രത്തോളം വിജയകരമാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കോൺഗ്രസ് കുറച്ചുകൂടി ജനാധിപത്യ സ്വഭാവം വെച്ച് പുലർത്തുന്ന ഒരു സംഘടനയാണ്. നമുക്കറിയാവുന്ന പോലെ 2016 നിയമസഭാ ഇലക്ഷനിൽ വി.എസ്. അച്യുതാനന്ദനെ മത്സരിപ്പിക്കേണ്ട എന്നായിരുന്നു പാർട്ടിയുടെ തീരുമാനം. പക്ഷേ വി.എസ്. അച്യുതാനന്ദന് അനുകൂലമായിട്ട് വലിയ പ്രകടനങ്ങൾ CPM അണികളുടെ ഇടയിൽ നിന്ന് നടന്നു. അങ്ങനെ വി.എസ്. അച്യുതാനന്ദനെ മത്സരിപ്പിക്കുവാൻ പാർട്ടി നിർബന്ധിതമായി. പക്ഷേ 2016 അധികാരത്തിലെത്തിയിട്ടും വി.എസ്. അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പാർട്ടി തയ്യാറായില്ല. വി.എസ്. അച്യുതാനന്ദൻ്റെ പടം വെച്ചു, ഫ്ലക്സ് വെച്ചു, വോട്ട് പിടിച്ചു. വി.എസ്. അച്യുതാനന്ദൻ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഓടി നടന്നു, പ്രായത്തെ വകവയ്ക്കാതെ. അദ്ദേഹത്തെ കാണിച്ചുകൊണ്ടാണ് CPM അധികാരത്തിലെത്തിയത്. പക്ഷേ 2016 അദ്ദേഹത്തെ CPM പരിഗണിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായില്ല. അദ്ദേഹത്തെ ഒരു ക്യാബിനറ്റ് പദവി കൊടുത്ത് ഒതുക്കി എന്നതാണ് ഏറ്റവും പരമപ്രധാന യാഥാർത്ഥ്യം. പഠന പരിഷ്കരണ കമ്മീഷൻ ചെയർമാനോ എന്തോ ആക്കി അദ്ദേഹത്തെ ഒതുക്കി. അതുപോലെ ഒരു ഒതുക്കലിന് ഒരുപക്ഷെ വി.ഡി. സതീശൻ തയ്യാറാകും എന്ന് തോന്നുന്നില്ല. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ക്യാബിനറ്റ് റാങ്ക് ഒരു ആഭ്യന്തരം കൊടുത്താൽ പോലും വി.ഡി. സതീശൻ ഒതുങ്ങും എന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനം പണയം വെച്ച് ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകും എന്ന് തോന്നുന്നില്ല. മറ്റൊന്ന്, കോൺഗ്രസ് അതിന് അനുവദിക്കുമെന്നും തോന്നുന്നില്ല. കാരണം കുറച്ചുകൂടി ജനാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. CPM-നെ പോലെ ഓർഡർ ഇട്ടാൽ അനുസരിക്കുന്ന അണികളല്ല കോൺഗ്രസിനുള്ളത്. അവർ കുറച്ചുകൂടി പ്രതിഷേധ സ്വഭാവം കാണിച്ചേക്കാം, തെരുവിലേക്ക് ഇറങ്ങിയേക്കാം എന്ന ഒരു ഭയവും കോൺഗ്രസിനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരികയാണെങ്കിൽ അന്ന് LDF രണ്ടാമതും അധികാരത്തിലെത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് കൊറോണ കാലത്ത് നടത്തിയ അതിജീവന പ്രവർത്തനങ്ങളായിരുന്നു എന്നത് വസ്തുതയാണ്. അതിന് നേതൃത്വം നൽകിയത് ശൈലജ ടീച്ചറായിരുന്നു. പക്ഷേ 2021 ഒരുപക്ഷെ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകും എന്ന പ്രതീതിയൊക്കെ ഉണ്ടാക്കി അവരെ മത്സരിപ്പിച്ചുവെങ്കിലും മട്ടന്നൂരിൽ നിന്ന് മത്സരിപ്പിച്ചുവെങ്കിലും അവരെ പിന്നീട് മന്ത്രിയായി പോലും പരിഗണിക്കുന്ന ഒരവസ്ഥയുണ്ടായില്ല. അതിനെതിരെയൊന്നും ഒരു പ്രതിഷേധ സമരം നടത്തുവാൻ CPM-ലെ അണികൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അവർ കുറച്ചുകൂടി കേഡർ സ്വഭാവമുള്ള ഒരു പട്ടാള ചിട്ടയിൽ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സംഘടനയാണ്. പക്ഷേ കോൺഗ്രസ്സിൽ
അതുപോലെയുള്ള ഒരു പ്രവർത്തനം നടക്കും എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ വി ഡി സതീശനെ ഒതുക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ കോൺഗ്രസിനകത്ത് അണികൾ അവർ തെരുവിലിറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ചില ആളുകളൊക്കെ ചോദിച്ചേക്കാം, രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിനെ കാണിച്ച അധികാരത്തിൽ വന്നിട്ട് അവിടെ മറ്റൊരാളെ അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രി ആക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷേ അവിടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. കാരണം അവരെ ഒന്നും ആക്കിയില്ലെങ്കിൽ അവരൊക്കെ ഒരുപക്ഷെ BJP-യിൽ പോകും എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ വി ഡി സതീശൻ എന്ന ഒരു മുഖ്യമന്ത്രിയിലേക്ക് കോൺഗ്രസ് എത്തും എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് കാരണം വി ഡി സതീശനാണെന്നൊരു ധാരണ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് ഒരു ചെക്ക് വയ്ക്കുക, അതിനൊരു പ്രതികാരം ചെയ്യുക എന്ന രീതിയിലാണ് ഒരുപക്ഷെ KC വേണുഗോപാലിൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടാകുക. മാത്രമല്ല AP അനിൽകുമാർ അദ്ദേഹം ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ചു എന്ന വാർത്തയും കൂടി നമ്മൾ ഇതിനോടനുബന്ധിച്ച് ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. അദ്ദേഹം KC വേണുഗോപാൽ പക്ഷത്തെ പ്രമുഖനാണ്. ഒരുപക്ഷെ KC വേണുഗോപാൽ അങ്ങനെ നീക്കങ്ങൾ ഉണ്ടാക്കിയാൽ പോലും, ഒരു മുഖ്യമന്ത്രി ആകുന്നതിന് ഒരു നീക്കമുണ്ടാക്കിയാൽ പോലും അത് ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് തടയുന്നതിനാണ് സാധ്യത എന്ന ഒരു വിശകലനം തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ ടൈം ഒരുപക്ഷെ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെ ഉണ്ടായേക്കാം. പക്ഷേ മറ്റുള്ള ആളുകൾ ഭയപ്പെടുന്നത്, ഒരുപക്ഷെ KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലയും ഒക്കെ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ടാകും. കാരണം വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുന്നത് പക്ഷം അദ്ദേഹം കാലിബറുള്ളൊരു നേതാവാണ്. കാരണം ഒരുപക്ഷെ നിയമസഭയിലൊക്കെ അദ്ദേഹത്തോളം പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന നേതാക്കന്മാർ ഒരു പാർട്ടിയിലുമില്ല സമകാലിക കേരള രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന പക്ഷം അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക പിന്നീട് സാധ്യമല്ല എന്നൊരു ഭയം സ്വന്തം പാർട്ടിയിലുള്ള അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്കും ഒപ്പം CPM-നും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ചില ഒത്തുതീർപ്പുകൾ ഫോർമുലകൾ രൂപപ്പെട്ടേക്കാം. പ്രത്യേകിച്ചും ഒരുപക്ഷെ ഷാഫി പറമ്പിൽ നിയമസഭാ ഇലക്ഷന് ശേഷം KPCC പ്രസിഡന്റ് ആകും എന്ന രീതിയിലുള്ള ചർച്ചകൾ വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴുള്ള KPCC പ്രസിഡന്റ് സണ്ണി വക്കീൽ അദ്ദേഹം മത്സരിച്ച് വിജയിക്കുന്ന പക്ഷം അവിടെ അദ്ദേഹത്തിന് വിജയം ഉറപ്പാണ്. അദ്ദേഹം കേരള നിയമസഭയിൽ മന്ത്രിയായി ഉണ്ടാകും എന്നാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും കണ്ണൂരിൽ നിന്ന് ഒരു മന്ത്രിയെ UDF മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കണ്ണൂരിൽ നിന്ന് അദ്ദേഹത്തോളം പ്രമുഖനായ മറ്റൊരു നേതാവില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മന്ത്രിയാകുന്ന ഒഴിവിലേക്ക് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷാഫി പറമ്പിൽ വരുവാനുള്ള സാധ്യതകളുണ്ട്. ഒരുപക്ഷെ അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ തുടർന്നുള്ള പ്രവർത്തനത്തിന് വളരെ ഉത്തേജനം നൽകും എന്ന ഒരു നിലപാടുകൾ കൂടി വരുന്നുണ്ട്. ചില രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ വരുന്നത് എന്തെന്ന് വെച്ചാൽ, KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തലയെ കേന്ദ്രത്തിലേക്ക്, അതായത് ACC-യുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ട് ഒരു അപ്ഗ്രേഡ് ചെയ്യുക. കാരണം കുറച്ചുകൂടി നല്ലതുപോലെ ഹിന്ദി കൈകാര്യം ചെയ്യുവാനും ഒക്കെ കഴിയുന്ന ആളാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ ഉത്തരേന്ത്യൻ രാഷ്ട്രത്തിലേക്ക് അല്ലെങ്കിൽ അഖിലേന്ത്യാ രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകുക, ഒപ്പം വി ഡി സതീശന് ആഭ്യന്തര വകുപ്പ് കൊടുക്കുക എന്ന രീതിയിലുള്ള ചില ഫോർമുലകൾ വരുന്നു എന്ന ചർച്ചകൾ ഉയരുന്നുണ്ട്. പക്ഷേ വി ഡി സതീശൻ അത് നിരാകരിക്കുവാനാണ് സാധ്യത. ഒപ്പം ആ ചർച്ചയിൽ വരുന്ന ഒരു പേര് എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിനെ KPCC പ്രസിഡന്റ് ആക്കുക എന്നാണ്. എന്തായാലും എൻ്റെ ഒരു വീക്ഷണത്തിൽ വി ഡി സതീശൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന രീതിയിൽ തന്നെയാണ്. കാരണം KC വേണുഗോപാൽ ഇപ്രാവശ്യം പാർട്ടിയോടുള്ള അദ്ദേഹത്തിൻ്റെ വിധേയത്വവും സ്നേഹവും കൊണ്ട് സ്വയം ഒഴിഞ്ഞു നിൽക്കുവാനാണ് സാധ്യത. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എൻ്റെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.